ഇന്ന് റമദാൻ 8 വരെ ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ലേനി. അതുകൊണ്ട് തന്നെ വെതർ എന്താന്നുള്ളത് എനിക്ക് അറിയൂല. ഇക്കാക്ക് പറഞ്ഞ് പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയത്. ഇറങ്ങിയപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന്. 2 ദിവസമായിട്ട് ഇവിടെ പെട്ടെന്ന് തണുപ്പ് കൂടിയാണ്. ഞങ്ങളിപ്പോൾ പോണത് ബലദിലുള്ള ഹിസ്റ്റോറിക്കൽ ജിദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. പേര് പോലെ തന്നെ ഇത്രയും പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്തിയാൽ വേറൊരു ലോകത്തേക്ക് എത്തിപ്പെട്ട പോലാണ് ഈ കാണുന്നത്. നടന്നു കൊഴിഞ്ഞവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം തോന്നുന്നുണ്ട്. പിന്നെ അതാ ഈ റമദാൻ കരീം എഴുതിയോടത്തുനിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പക്ഷേ ഇത്രയും ജനങ്ങളുടെ കൂടി ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഈ പഴമന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുന്നതൊന്നും അറിയുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഷോപ്പുകളും, കോഫി ഷോപ്പ് പോലും ആ ഒരു പഴമനെ ഒരു കോട്ടും തട്ടാത്ത രീതിയിലാണ് ഓരോ ഷോപ്പുകളും നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ കാണുന്ന പോലെ ഇടക്കിടക്ക് ഓരോരോ ആൾക്കാർ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു റമദാനിൻ്റെ രാത്രി തന്നെയാണോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഈ ഒരു കാഴ്ച റമദാനിൽ മാത്രമേ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ജിദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ മാസവും ഇവിടെ ഈ ജനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറേ നടന്ന് ക്ഷീണിച്ചത് കാരണം ഒരു സ്ഥലത്ത് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ റോഡ് മുറിച്ച് കടക്കാനാണ് ഇത്രയും പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേ സമയം ഇങ്ങനെ മുറിച്ച് കടന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടികളൊക്കെ ബ്ലോക്കാവും. അപ്പം കുറച്ച് ആൾക്കാരെ ബ്ലോക്കാക്കിയിട്ട് ആദ്യം വണ്ടികൾ വിടും, പിന്നെ വണ്ടികൾ ബ്ലോക്കാക്കിയിട്ട് ആൾക്കാരെ വിടും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കിദ്ദ എന്ന് പറഞ്ഞാൽ ലിവർ. ഓരോ കടകളുടെ മുന്നിലും ഇതുപോലെ പാട്ടും ഡാൻസും ആയിട്ട് 2-3 ആൾക്കാർ നിൽക്കണുണ്ടാവും. ഓല ഷോപ്പിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കിദ്ദ ഇങ്ങനെ വരട്ടി മാതിരി ആക്കിയിട്ട് സാൻഡ്വിച്ച് പോലെ ഈ റൊട്ടീൻ്റെ ഉള്ളിലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഈ സംഭവം. ഇതിനാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും അവിടുന്ന് ഒരു കിദ്ദൻ്റെ സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വാങ്ങി കഴിച്ച് തിരിച്ചു പോരുന്ന വൈമെന്ന് ഒരു ഷോപ്പിൽ നല്ല നല്ല ഉടുപ്പുകളൊക്കെ കണ്ടപ്പം അവിടുന്ന് ഒരു ഉടുപ്പ് ഇലൂന് വാങ്ങിയിട്ടോ. എന്തായാലും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ളതല്ലേ, അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലേഡീസിൻ്റെ ടോപ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടേനി. അവിടെ വെറുതെ ഒന്ന് കയറി വെക്കപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട 2 ടോപ്പ് കൊടുത്ത്. ഇതാണ് കേട്ടോ ആ ഒരു ഷോപ്പ്. കറക്റ്റ് ലൊക്കേഷൻ ചോദിക്കണ്ട, കാരണം ഇതിൻ്റെ ഇടയിൽ നിന്ന് നടക്കണോടത്തുനിന്ന് ഞാൻ കണ്ടതാണ്. അങ്ങനെ അതൊക്കെ അവിടുന്ന് വാങ്ങിയാണ്ട് ഞങ്ങൾ പോരുകയാണ്. ഈ കാണുന്നത് ഒരു കോഫി ഷോപ്പാട്ടോ. ഒരു കോഫി ഷോപ്പിൻ്റെ യാതൊരുവിധ ലുക്കും ഇല്ലാത്തൊരു കോഫി ഷോപ്പാണ്. പക്ഷേ നല്ല വൈബ് ഉണ്ടാവും അവിടെ കോഫിയും കുടിച്ച് അങ്ങനെ ഇരിക്കാൻ. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളിതാ ഈ ഒരു ഇലക്ട്രിക് വണ്ടിയിലാണ് പോയത്. കാരണം ഇനി അത്രയും ദൂരം നടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേനി. ഈ ഒരു വണ്ടിയിൽ ഈ തണുത്ത കാറ്റും കൊണ്ട് പാർക്കിംഗ് വരെയുള്ള ഒരു യാത്ര നല്ല സുഖമുണ്ടേനി.